നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അതീവ ശക്തിയേറിയതും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ ഒരു പറക്കുട്ടിച്ചാത്തൻ മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്ന അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു ദേവനാണ് പറക്കുട്ടിച്ചാത്തൻ. ഈ മന്ത്രം ഒരു രഹസ്യ മന്ത്രം കൂടിയാണ്. അതിനാൽ തന്നെ അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി മന്ത്രജപം നടത്തിയാൽ ഫലപ്രാപ്തി ഇരട്ടിയാകുന്നതാണ്. ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് പറക്കുട്ടിച്ചാത്തൻ മന്ത്രം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മന്ത്രം പുലർക്കാലെ 41 ദിവസമാണ് മന്ത്രജപം നടത്തേണ്ടത്. 108 തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത്. പുരുഷന്മാർ 41 ദിവസവും സ്ത്രീകൾ 21 ദിവസവുമാണ് ജപക്കണക്ക് പറയുന്നത്. പ്രഭാതവേളയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നുകൊണ്ടാണ് മന്ത്രം ഉരുവിടേണ്ടത്. ആർത്തവ പുലവാലായ്മ കാലങ്ങളിലും മത്സ്യമാംസാദികൾ കഴിച്ചും ഈ മന്ത്രം ഉരുവിടരുത്. അങ്ങനെ കൃത്യമായ രീതിയിൽ വ്രതശുദ്ധിയോടുകൂടി മന്ത്രം ഉരുവിടാൻ സാധിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പറക്കുട്ടിച്ചാത്തൻ സ്വാമി നിങ്ങൾക്ക് നടത്തിത്തരുന്നുവെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ജപ കാലയളവിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ വീണ്ടും 1 മുതൽക്കേ നിങ്ങൾ ജപിച്ചു തുടങ്ങേണ്ടതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രമാണ് നിങ്ങൾ മന്ത്രജപം നടത്തുന്നത് എങ്കിൽ ഒരു ദിവസം കൊണ്ട് 1008 ഒരു മന്ത്രജപം നടത്തി ആഗ്രഹസാധ്യം എന്താണോ അത് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റാൽ ആ കാര്യം തീർച്ചയായും നടക്കുന്നതാണ്. ഒരു ദിവസം ജപിച്ച് ആഗ്രഹം നിറവേറാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ നിങ്ങൾക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ്. അല്ലാത്തവർ കൃത്യമായ രീതിയിൽ ഭഗവാനെ കൂടെ കൂട്ടി നമ്മുടെ കൂടെ ഒരാളായി ഭഗവാൻ നമ്മോടൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉപാസനാ രീതിയിൽ ചെയ്യുന്നവർ 41 ദിവസം 108 ഒരു മന്ത്രം കൃത്യമായി വ്രത അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ മന്ത്രം ഉരുവിടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവുകയും വിളിച്ചാൽ വിളിപ്പുറത്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും എല്ലാ തടസ്സങ്ങളും നീക്കി നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. മന്ത്രം വശ്യത്തിനും സ്തംഭനത്തിനും മാരണത്തിനും എന്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ മന്ത്രജപം നടത്തുമ്പോൾ മന്ത്രജപ അവസാനം ആഗ്രഹം എന്താണോ അത് പറഞ്ഞു വേണം അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ. ഈ മന്ത്രം നിങ്ങൾ ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ടു എന്ന് കരുതുന്നു. സേവാ മാർഗത്തിനായി ഈ മന്ത്രം ഉപയോഗിക്കുന്നവർ ഉത്തമനായ ഗുരുവിൽ നിന്നും ദീക്ഷ എടുത്ത് വേണം ചെയ്യുവാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ശരിതെറ്റുകൾ എന്താണോ അത് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ മന്ത്രജപം നടത്തിയാൽ അത് നമുക്ക് തന്നെ ഒരു വിനയായി മാറുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ ഉത്തമനായ ഗുരുവിൽ നിന്നും ദീക്ഷ എടുത്ത് വേണം സേവാമാർഗം ചെയ്യുവാൻ. ആഗ്രഹ പൂർത്തീകരണത്തിനായി ജപിക്കുന്നവർ ഒരു ദിവസം ജപിച്ചാൽ മതിയാകും. 1008 തവണ ജപിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ മതിയാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.